ശബരിമലയിലെ കൂടുതൽ ക്രമക്കേടുകളിൽ ഇ.ഡി. അന്വേഷണം. ആടിശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേട് വിവരങ്ങൾ ശേഖരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആടിശിഷ്ടം നെയ് വിൽപ്പനയിൽ 36 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ സുനിൽകുമാർ പോറ്റിയാണെന്നും വ്യക്തമായിരുന്നു. മറ്റു ചില ജീവനക്കാരുമായി ഗൂഢാലോചന നടത്തി നെയ്ഡ് സ്റ്റോക്കിൽ ക്രമക്കേട് നടത്തിയാണ് പണം തട്ടിയത്. കഴിഞ്ഞ മണ്ഡലകാലത്തിന് തൊട്ടുമുമ്പ് ശബരിമലയിൽ നിയമിക്കപ്പെട്ട സുനിൽകുമാർ പോറ്റി 2 മാസം കൊണ്ടാണ് ക്രമക്കേടുകളെല്ലാം നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടടക്കം ഇ.ഡി. വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു കേസുകളിലും ഇ.ഡി. അന്വേഷണം ശക്തമാണ്. നിലക്കൽ അന്നദാനത്തിലെ ക്രമക്കേടിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിധേയനായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെ മൊഴികൾ മുരാരി ബാബുവിനെതിരാണ്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് മഹസറിന്റെ കരട് തയ്യാറാക്കിയതെന്ന് എസ് ശ്രീകുമാർ ഇ.ഡിക്ക് മൊഴി നൽകി. അനധികൃത സ്വത്ത് സമ്പാദനങ്ങളില്ലെന്നും മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇടപാടുകൾ നടത്തിയിട്ടില്ല. ജനം, കൊച്ചി.